നമുക്ക് ചേർന്ന് നമ്മുടെ കർത്താവായ ദൈവത്തെ സ്തുതിക്കാം. നന്ദി, നന്ദി, നന്ദി. യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കടങ്ങൾ ഇളവച്ച് തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരുവിലൂടെ നയിക്കണമേ. യേശുവിന്റെ അരൂപി നിറയാൻ, കർത്താവിന്റെ അരൂപി നിറയാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും തരണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കടങ്ങളും പാപങ്ങളും പോകാൻ വേണ്ടിയിട്ട് സ്തുതിക്കുക. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. കരുണയുള്ളവനായിരിക്കുക. നമ്മൾ സ്വർഗസ്നായ ചൊല്ലും അതിലെന്താ പറയുന്നത്? ഞങ്ങളുടെ എപ്പോഴും എൻ്റെ എന്നല്ല നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ നമ്മളെപ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മളൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവെ ഇതേപോലെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും കർത്താവെ നീ സുഖപ്പെടുത്തണേ എന്ന് പറയാം. യേശുവെ നന്ദി, നന്ദി, നന്ദി. യേശുവെ നിന്റെ വചനം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ യേശുവെ ജീവനുള്ള ദൈവമേ, യേശുവെ ജീവനുള്ള ദൈവമേ, കർത്താവെ മരണത്തെ ജയിച്ചവനെ, യേശുവെ നിന്റെ തിരുരക്തമൊഴിച്ച്, കർത്താവെ നിന്റെ തിരുരക്തമൊഴിച്ച് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ യേശുവെ നന്ദി, നന്ദി, നന്ദി. യേശുവെ സ്തുതി, സ്തുതി, സ്തുതി. യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 6:36. എല്ലാവരും ഒരു വചനം വെച്ച് പഠിക്കാൻ ശ്രമിക്കുക.